ഏട്ടൻ എന്തൊക്കെയായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. നിന്നെ എനിക്കാണിപ്പോ മനസ്സിലാക്കാൻ പറ്റാത്തത്. നീ ഇന്ന് കടയിൽ നിന്ന് എന്നോടൊരു വാക്ക് പോലും പറയാതെ എവിടെയായിരുന്നു പോയത്? അത് ഞാൻ റബേക്കയെ കാണാൻ പോയതാ. റബേക്കയെ കാണാൻ ഒരു പച്ച കാറിലാണോ പോയത്? പച്ച കാറോ? ഞാൻ ഓട്ടോയിലാ പോയത്. കാറിലല്ലേ പോയത്? അല്ല. നീ അവിടെ നിന്ന് പോയത് വലിയൊരു ഹോട്ടലിലേക്കും അല്ല? ഹോട്ടലോ? അതെ, ഒരു സ്റ്റാർ ഹോട്ടൽ. ഏട്ടൻ പറയുന്നതൊന്നും എനിക്കറിയില്ല. ഏത് പച്ചക്കാറ്, ഏത് സ്റ്റാർ ഹോട്ടൽ? ഞാൻ പോയത് റബേക്കയെ കാണാനാ. പെട്ടെന്ന് തിരിച്ചു വരികയും ചെയ്തു. ഏട്ടൻ പുറത്തെവിടെയോ പോയി വരുമ്പോ ഞാൻ ഷോപ്പിലില്ലായിരുന്നോ? എന്താ എന്താ ഏട്ടാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ചോദിക്കാതെ പറ്റുമോ? MBBS കംപ്ലീറ്റ് ചെയ്യാത്തൊരു കുട്ടിക്ക് എന്നോ തുടങ്ങാൻ പോകുന്നൊരു ഹോസ്പിറ്റൽ ടീം 1 കോടിയോളം രൂപ തന്നു എന്ന് പറഞ്ഞാൽ അത് അതേപടി അങ്ങ് വിശ്വസിക്കാൻ ഈ ഏട്ടനെ കൊണ്ട് പറ്റില്ല. നീ പറയുന്നത് 100% പച്ചക്കള്ളമാണെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. അപ്പോഴും എന്റെ വിസ്മയമോള് ഈ ഏട്ടനോട് കള്ളം പറഞ്ഞ് ചതിക്കില്ല എന്നൊരു വിശ്വാസം മാത്രമാണ് എന്റെ മുന്നിൽ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ആ വിശ്വാസം തകർന്നാൽ പിന്നെ ഇങ്ങനൊരു അനിയത്തി എനിക്കുണ്ടാവില്ല. അതുകൊണ്ട് ചോദിക്കുക, നീ പറഞ്ഞ ആ ഹോസ്പിറ്റൽ ടീം തന്നെയാണോ നിനക്ക് ഇത്രയും പണം തരുന്നത്? ചോദിച്ചത് കേട്ടില്ലേ? ആണ് സത്യം. ഏട്ടൻ എന്നെ ഒന്ന് വിശ്വസിക്കേ. വിശ്വസിക്കാം. ഞാൻ എന്നെക്കാളും എന്റെ അനിയത്തെ വിശ്വസിക്കാം. പക്ഷേ കോഴ്സ് കഴിയുന്നതിന് മുമ്പ് ഇത്രയധികം കാശ് തന്ന് തുടങ്ങാൻ പോകുന്നൊരു ഹോസ്പിറ്റലിലേക്ക് നിന്നെ നിയമിച്ച ഹോസ്പിറ്റൽ മാനേജ്മെന്റിന് എനിക്കൊന്ന് കാണണം. എന്താ, കാണാൻ പറ്റില്ലേ? കാണാം. പക്ഷേ അവർ അബുദാബി അടക്കം പല രാജ്യങ്ങളിലെ ഹോസ്പിറ്റലിൽ നടത്തുന്നവരാ. പിന്നെ ഇപ്പൊ ഇന്ത്യയിലില്ല. അടുത്ത മാസം വരും. അപ്പൊ കാണിച്ചു തരാം. അതുപോരെ? നിക്ക്. ഇത്രയും കാശ് തരുമ്പോ നീ എന്തോ എഗ്രിമെന്റിൽ ഒപ്പിട്ടു എന്നാണല്ലോ മുത്തശ്ശൻ പറഞ്ഞത്. ഒരു എഗ്രിമെന്റും സൈൻ ചെയ്യാതെ, ഒരു പരിചയവും ഇല്ലാതെ നിനക്ക് ഇത്രയും കാശ് അവര് തരില്ലല്ലോ. അതിന്റെ ഒരു കോപ്പി നിനക്ക് തന്നു കാണുമല്ലോ. അതെവിടെ? അതൊന്ന് കാണിച്ചു തന്നെ. അത് പിന്നെ അവരെനിക്ക് മെയിൽ ചെയ്യാന്നാ പറഞ്ഞിട്ടുള്ളത്. വിസ്മയ, ഞാൻ വിനേട്ടാ, ഞാൻ വിനേട്ടനെ എവിടെയൊക്കെ നോക്കി. കല്യാണത്തിന് ഞാൻ ഇത് കൊടുത്താ പോരെ? കൊള്ളല്ലേ ഇത്? ഞാൻ പറഞ്ഞതൊന്നും വിനേട്ടൻ വിശ്വസിച്ചിട്ടില്ല. ഇതാ നോക്കേ, ഈ കളറ് നന്നായിട്ടല്ലേ? എനിക്ക് ചേരുന്നില്ലേ? അതോ ഇത് വേണോ? അതോ ഇതാണോന്നല്ലേ? അത് ഇത് മതി. നിങ്ങൾ എവിടെ എത്തി? ആണോ? ശരി ശരി. ശങ്കുണ്ണി, അജി വന്നില്ലേ കഴിക്കാൻ? ഇല്ല, ഇപ്പൊ വരാമെന്ന് പറഞ്ഞു. ഇനി ഭർത്താവിനൊപ്പം വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ ശങ്കുണ്ണി വിളമ്പി കൊടുക്കാൻ പോവണ്ട. ഇന്ദീവരത്തിലെ ഡൈനിങ് ഹാൾ ഓരോരുത്തർക്ക് തോന്നിയ പോലെ വന്ന് ഭക്ഷണം കഴിക്കാനുള്ള ക്യാൻറ്റീൻ അല്ല. മനസ്സിലായല്ലോ? ഓ, മനസ്സിലായി. നിൽക്കടി അവിടെ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.